സ്വാഗതം ശർമ്മജി. നമസ്കാരം. അയർലൻഡിൽ നിന്നാണ് നമുക്ക് കത്ത് വന്നിരിക്കുന്നത്. ബിബിനാണ് കത്ത് അയച്ചിരിക്കുന്നത്. ഞാൻ വിവാഹിതനാണ്, ഒരു കുട്ടിയുമുണ്ട്. പ്രണയവിവാഹമായിരുന്നു. ഭാര്യയുമായി അത്ര യോജിപ്പിലല്ല. കുറച്ച് നാളായി അവർക്ക് എന്നോട് അകൽച്ചയാണ്. അവർ വേറെ രാജ്യത്ത് ജോലിക്ക് ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നു. എന്താണ് ഇതിന് കാരണം? ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുമോ എന്നാണ് ബിബിൻ ചോദിച്ചിരിക്കുന്നത്. മേടലഗ്നമാണ് ഇദ്ദേഹത്തിൻ്റെ. ലഗ്നാധിപൻ ചൊവ്വാഗ്രഹമാണ്. അതിൻ്റെ ഇണയുടെ സ്ഥാനം 7ാം ഭാവമാണ്. അതായത് മേട, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുല. ശുക്രൻ്റെ ക്ഷേത്രമാണ്. ഇവർ തങ്ങളിലും അത്ര നല്ല രഞ്ജിപ്പിലല്ല. ഈ ഗ്രഹങ്ങളും രാശികളും തങ്ങളിൽ ചൊവ്വായും ശുക്രനും. അതിൻ്റെ കൂടെ ഏതിൽ ബുധനും കൂടിയാണ് നിൽക്കുന്നത് ഗ്രഹം. അപ്പം പരസ്പരം ശത്രുതയിലാണ്. ഗ്രഹങ്ങൾ തങ്ങളിൽ ശത്രുക്കളായപ്പം അതിൻ്റെ ഉടമസ്ഥർ തങ്ങളിലും ശത്രുതയും പുച്ഛവും പരിഭവവും തരം താഴ്ത്തലും ഇണങ്ങിക്കിട്ടാതെ വരികയും ചെയ്യുക. വെറും ഒരു ട്രേഡ് യൂണിയൻ ബന്ധം. ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയൻ ബന്ധമല്ല, മുതലാളി ബന്ധമല്ല. വളരെ സ്നേഹാദരവോടുകൂടിയുള്ള അയവിറക്കുള്ള ജീവിതം കിട്ടാൻ പാടുന്നതാണ്. ആയതിനാൽ ഈ 2 നക്ഷത്രക്കാർ തങ്ങളിൽ, രാശിക്കാർ തങ്ങളിലുള്ള വിവാഹബന്ധത്തിന് യോജ്യമല്ല. അവർ ഇണയെ വിട്ട് ദൂരോട്ട് പോകാനുള്ള ഏത് പരിശ്രമവും ആയിരിക്കും മനസ്സിൽ തുടക്കം മുതലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് വേറെ രാജ്യത്തേക്ക് ജോലിക്ക് പോകാനുള്ള പരിശ്രമങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഇത് കൂടിയേ കഴിയൂ. പിരിഞ്ഞു പോകാനാണ് സാധ്യത കൂടുതൽ. കൂടിയേ കഴിയുന്നുണ്ടെങ്കിൽ ഐകമത്യം, ഉമാമഹേശ്വരം സംവാദം ഇത്യാദി കർമ്മങ്ങളും ഒക്കെ ചെയ്ത് പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഇല്ലാത്ത പക്ഷം ഡിവോഴ്സ് ആയിരിക്കും ഇതിനകത്ത് കൂടുതലും നല്ലത്. കാരണം മേടലഗ്നക്കാർക്ക് 7ാം ഭാവം ശത്രുതയും 7ൽ ശത്രുഗ്രഹവും നിൽക്കുന്നത് കൊണ്ട് പരസ്പരം കലഹം, വൈരം, യുദ്ധം, മൃതി, ക്ലേശം, കലഹിച്ചു പിരിയുക, വഴക്കിട്ട് പിരിയുക, അടിപിടി ആയിട്ട് പിരിയുക, അപകടം വന്ന് പിരിയുക, രോഗം വന്ന് പിരിയുക, അതുപോലെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ വന്ന് നിൽക്കുക. ഇങ്ങനെയൊക്കെ ഉള്ളത് വരാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ കൂടിയേ കഴിയൂ എന്നുള്ള നിലയിലാണെങ്കിൽ അതിനാണ് പ്രതിവിധികൾ പറയുന്നത്. ഐകമത്യം, ഉമാമഹേശ്വരം സംവാദം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇല്ലാത്ത പക്ഷം ഡിവോഴ്സ് തന്നെയായിരിക്കും നല്ലത്. പ്രതിവിധി ഒന്നും ചെയ്യേണ്ട. ഡിവോഴ്സിന് പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് അവരകന്ന് വേറെ രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത്. തന്നെ എന്തോ ഒരു അബദ്ധം പറ്റിയ പോലെ ഈ വിവാഹം അവരുടെ മനസ്സിൽ വന്നു. ഇതാണ് ഈ ഗ്രഹങ്ങൾ തങ്ങളിൽ യോജിപ്പില്ലായ്മ കൊണ്ടുവരുന്നത്. കൂടിയേ കഴിയുന്നുണ്ടെങ്കിൽ ഐകമത്യം, ഉമാമഹേശ്വരം സംവാദം ഇത്യാദി കാര്യങ്ങളൊന്നും ചെയ്തു നോക്കി പിന്നെയും രക്ഷയില്ലെങ്കിൽ ഡൈവോഴ്സ് തന്നെ വരാം.